ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡേ. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ വന്നേക്കുന്ന സ്ഥലം ഭീമാ സിംഗ് ഹാൾ. ഇവിടെ ഉരുക്ക വീണിട്ട് വലിയൊരു ഗർത്തം ഉണ്ടല്ലേ, അപ്പൊ ആ ഗർത്തം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ ബീച്ച് ഉണ്ട്. അപ്പൊ ഇന്നത്തെ കറക്കം ഇവിടെ ബീച്ച് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നല്ല ചൂടുണ്ട് കേട്ടോ. 4:30 നമ്മളിവിടെ എത്തിയപ്പോൾ, എന്നാലും നല്ല ചൂടുണ്ട്. അപ്പം അച്ഛനും അമ്മയ്ക്കും നമ്മൾ കുട കൊടുത്തു. മാളുകുട്ടിക്ക് തൊപ്പിയുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ചുരുക്കാനല്ല, ബാക്കിലോട്ട് എടുക്കാൻ തോന്നണത്. ഒരു 4-4:30 ആയിപ്പോയിട്ട് എത്തിയിട്ടുണ്ടല്ലോ ഇവിടെ. എന്നിട്ട് നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പിന്നെ ചൂടുണ്ടെങ്കിലും നമുക്കിങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ പ്രത്യേകതയാണോ അങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ ലിനു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ വരല് നടക്കില്ലല്ലോ. അല്ല, 2 വണ്ടിയിലാന്ന് മാത്രമേ ഉള്ളൂ. ഒന്നിച്ചാട്ടോ നമ്മൾ അവിടെ നിന്ന് പോകുന്നതും എത്തിയതൊക്കെ. അപ്പോൾ അവർ ഇറങ്ങാൻ പാകത്തിനാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗർത്തമാണ് കേട്ടോ ഉള്ളത്. ഈ കാണുന്നതാണ് സംഭവം. ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഫോട്ടോയിൽ ഫീൽ ചെയ്യേണ്ട, വീഡിയോയിൽ ഫീൽ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആളുകൾ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ആ സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാനായിട്ട്. ഞങ്ങൾ ഈ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉണ്ടായത്, ഈ സംഭവം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് ഉൽക്ക വീണ് ഉണ്ടായി എന്നും പറയുന്നുണ്ട്. പിന്നെ ഈ ചുണ്ണാമ്പുകളിൽ താഴത്തോട്ട് ഇരുന്നിട്ട് ഉണ്ടായതാണെന്ന് പറയുന്നത് കേട്ടോ. ഏതാ ഇതിക്കാണ് കറക്റ്റ് എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാലും, നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും ഈ 2 കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മളിവിടെ എല്ലാവരും പറഞ്ഞ് കേൾക്കുന്നത് ഉൽക്ക വീണ ഗർത്തം എന്നായിട്ട് അറിഞ്ഞ് കേൾക്കുന്നത്. നിറച്ച് വെള്ളമുണ്ട് ഇവിടെ. ആളുകൾ വന്ന് വളരെ അധികം എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ നല്ല തെളിഞ്ഞ വെള്ളമാട്ടോ അവിടെയുള്ള. അപ്പോൾ ഇങ്ങനെ ചൂടൊക്കെ നമുക്ക് ഫീൽ ചെയ്യില്ല, ഒത്തിരി താഴെ ആയതുകൊണ്ട്. നല്ല സുഖമുള്ള ഒരു ഏരിയ, നല്ല കാണാൻ നമുക്ക് അവിടെ ഇരുന്ന് കാണാനുണ്ട് കേട്ടോ ഇങ്ങനെ ഈ സ്ഥലം. പിന്നെ പ്രകൃതിയാണെങ്കിലും നല്ല ഭംഗിയിൽ നിൽക്കുന്ന കേട്ടോ. അപ്പുറത്ത് തന്നെ കടലാണ്. അങ്ങനെ ഞങ്ങൾ അച്ഛനും അമ്മേനെയും കൊണ്ട് അവരൊക്കെ ആദ്യം പോയി കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇത്തിരി വലിപ്പമുള്ള സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ പതിയെ ഇറങ്ങാനായിട്ട് ഞങ്ങൾ പതിയെ പോകുന്നുള്ളൂ കേട്ടോ. അവരെല്ലാം പിള്ളേരെല്ലാം ആദ്യമേ തന്നെ ഇറങ്ങി അവർ കുളിക്കാനുള്ള സെറ്റപ്പിലാട്ടോ വന്നേക്കണേ. ആളൊന്ന് കുളിക്കാനുള്ള സെറ്റപ്പിലല്ല വന്നേ. ബാക്കി അവർ 2 പേരും കുളിക്കാനായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ നേരത്തെ തന്നെ ഇറങ്ങി. ഒരുപാട് ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിറച്ച് മീനുണ്ട് കേട്ടോ. നമ്മളിത് ഇവിടെ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മീൻ വന്ന് കാലയിൽ നല്ലോണം കുത്തും കേട്ടോ. അപ്പോൾ ഓരോരോ കല്ലുകളിലായിട്ട് ഞങ്ങളവിടെ ഇരുന്നു. ഞങ്ങളിവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. അമ്മും മാളും ഒക്കെ ദേ അവിടെ കാലിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. മാളും ഇറങ്ങാനില്ല കേട്ടോ. പക്ഷെ അമ്മ ഇറങ്ങാനുള്ള റെഡിയിലാണ് ഇരിക്കണത്. കുഞ്ഞിത് ഇറങ്ങി കേട്ടോ. ലിനു ആണെങ്കിൽ അതേ കാലിൽ മീനെയൊക്കെ കുത്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ മുങ്ങാനായിട്ട് പോകുകയാണ് കേട്ടോ. അമ്മ അപ്പുറ സൈഡിലേക്ക് മുങ്ങാനായിട്ട് പോകുകയാണ്. ഒത്തിരി ആളുകൾ വന്ന് കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ മുങ്ങലൊക്കെ കഴിഞ്ഞ് കയറി വന്നു. കുഞ്ഞിത് മുങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനും അമ്മയും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണു. മാള് മീനെ കൊത്തിക്കണു. പിന്നെ കുറേ കുട്ടികൾ അതിൻ്റെ മേളിലൊക്കെ കയറി ചാടാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി മേളിൽ നിന്ന് താഴത്തോട്ട് ചാടുന്നുണ്ട്, സൈഡിൽ നിന്നൊക്കെ എടുത്ത് ചാടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കാണുന്നത് അതിൻ്റെ ഏറ്റവും മേലിൽ ഇച്ചിരി താഴത്തോട്ട് ഇറങ്ങിയിട്ട് കുറേ പിള്ളേർ, 2-3 പിള്ളേർ താഴത്തോട്ട് ചാടിയായിരുന്നു കേട്ടോ. കുറച്ചുപേരെയൊക്കെ മേളിലിരുന്നിട്ട് അച്ഛനും അമ്മയും കാലിൽ മീനെ കൊത്തിക്കാൻ വന്നിട്ട് കുറേ മീൻ വന്ന് നമ്മുടെ കാലിൽ കൊത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കുറേ നേരം ഇരുന്നു കേട്ടോ. പോരാൻ തോന്നുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ ബീച്ചിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല പ്ലേസാണ് കേട്ടോ നമുക്ക് വന്നിരിക്കാനായിട്ട്. ചൂടൊന്നും ഫീൽ ചെയ്യില്ല താഴെ ഇരിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ പോകുകയാണ്. ഇറങ്ങി വന്നപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ സ്റ്റെപ്പ്. എന്നാലും ബുദ്ധിമുട്ടായിരുന്നു. പഠിക്കാൻ നല്ല നീളവും വീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കയറാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞങ്ങളിത് കയറാനായിട്ട് പോയപ്പോൾ ഇതേ പിന്നെയും പിള്ളേർ ചാടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ചേര നോക്കിയിരുന്നിട്ട് അവർ ചാടാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങ് പോകുന്നു കേട്ടോ.
ചാടൂ. മേളിലേക്ക് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും പിന്നെയും താഴ്ത്തത് ഭയങ്കര ഒച്ച ബഹളമായിട്ടായി. ഇവര് ചാടാൻ നിൽക്കണ കാരണം ആൾക്കാരെ ആകാംക്ഷയും കൊണ്ട് ഒച്ച ഉണ്ടാക്കുന്ന. അപ്പം അവരിനെ ഇന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നിന്നപ്പോൾ ദേ ഒരാൾ ചാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാണാൻ പറ്റി. മേളിൽ ചെന്നപ്പോഴാണ് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണാൻ പറ്റി കേട്ടോ. അടിപൊളിയായിരുന്നേ. ഇനി വേറെ എവിടെയെങ്കിലും പോകണം. കുറേ നേരം അവിടെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ വെയിലൊന്നും അവിടെ അറിയത്തില്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. കേട്ടോ ഇത്ര ഏരിയ ഉണ്ട്. കുറേ പേര് മേളിൽ നിന്ന് ചാടുണ്ട്. അങ്ങനെ നമ്മളടുത്ത് ചെന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെ അടുത്ത് തന്നെയായിരുന്നേ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണലല്ല കേട്ടോ, കൂടുതൽ വെള്ളാരങ്കല്ലാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. മാളും ഹമ്മും കൂടെ അതിനകത്തുനിന്ന് കുറേ കക്കയൊക്കെ പറക്കിയിരുന്നു കേട്ടോ. ഈ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് അടി നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാവേ. കല്ലായതുകൊണ്ടാന്ന് തോന്നുന്നു ഒട്ടും അഴുക്കില്ലാത്ത വെള്ളമായിരുന്നു കേട്ടോ. ഇവിടെ നിന്നിട്ട് ഇതേ അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ 2 കല്ലുകൾ ഇച്ചിരി ഇറങ്ങിയായിട്ടിരിക്കണ്ട. അതിൻ്റെ മേളിൽ പോകാമെന്ന് വിചാരിച്ചോട്ടോ പോകുന്നേ. അപ്പോൾ കുട്ടികൾക്ക് കല്ല് കണ്ടപ്പോൾ നല്ല കൗതുകം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ കക്കകളൊക്കെ കിടക്കുന്നുണ്ട്. അതും പറക്കി ഇങ്ങനെ നടന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഉരുളങ്കല്ല്, നമ്മൾ മുറ്റത്തൊക്കെ ഇടില്ലേ അതുപോലത്തെ വെള്ളാരം കല്ല്. എല്ലാം കൂടെ അവസാനം കഴുകിയെടുക്കാം. ആ പലതരം കളറുണ്ടല്ലോ, പലതരം കളറ്. അച്ഛനും അമ്മയും കൂടെ അങ്ങ് പോയി കേട്ടോ. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ലതായിരുന്നു. ഞങ്ങളവിടെ നിന്ന സമയത്ത് തിര പതിയെ കൂടി തുടങ്ങിയായിരുന്നു കേട്ടോ. സന്ധ്യ ആവുമ്പോൾ തിര കൂടുമെന്ന് തോന്നണം. ഞങ്ങൾ പിന്നെ ഇപ്പുറത്തെ കല്ലിലേക്കും കയറി കേട്ടോ. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ നല്ലതായിരുന്നു കേട്ടോ. സമയം കഴിഞ്ഞത് കാരണം തന്നെ ഒട്ടും ചൂടൊന്നും അടിക്കാതെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കണ്ടോ എന്തൊരു രസമാണ്. ആ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഒരു പച്ച കളർ നമുക്ക് ഫീൽ ചെയ്യുന്ന കേട്ടോ. പിന്നെ കടലിൻ്റെ സൈഡിൽ പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു പ്രത്യേക സുഖമാണല്ലേ. അതെല്ലാവരും നല്ലോണം ആസ്വദിച്ചു കേട്ടോ. നല്ലൊരു വൃത്തിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇതുണ്ട് അവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാട്ടോ കറക്റ്റ്. അതിൻ്റെ വെട്ടം കൂടെ അടിച്ചിട്ടൊരു പ്രത്യേക കളറായിരുന്നു. അപ്പം ഞങ്ങൾ പോന്നപ്പോഴൊക്കെ ദേനാമ്മക്കുട്ടി ഇങ്ങ് പോന്നു കേട്ടോ. എടേ ആണോ? കടിക്കരുത് കേട്ടോ. ഞങ്ങൾ കയറിയതിനേക്കാളും വെള്ളം കയറിയായിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. തിര കൂടി തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങാനാണ് കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് പോണ വഴി ഒരു ചായ കുടിക്കണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ കുറച്ചിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചായക്കട കിട്ടി കേട്ടോ. അപ്പോഴത്തേ ഈ ചായക്കടയിലാണ് കയറിയിരിക്കുന്നത്. ഇവിടുന്ന് ഓരോ ചായ കുടിച്ചിട്ട് പോകണം പറഞ്ഞിട്ട് കയറി കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കറക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.